നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിഗ്രി മെയിൻസിൻ്റെ എക്സാം മാറ്റി. പ്രിലിംസിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ലാഗാവുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത്? പരീക്ഷ കഴിഞ്ഞിട്ട് 1.5 മാസത്തോളമാകുന്നു. ഇതുവരെ റിസൾട്ട് വന്നില്ല. കമ്മീഷൻ യോഗത്തിൽ തീരുമാനിച്ചിട്ട് പോലും റിസൾട്ട് ലാഗായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ നിരന്തരം അലട്ടുന്ന ഒരു പ്രശ്നമാണിത്. പരീക്ഷ മാറ്റിയത്, അതിനോടൊപ്പം റിസൾട്ട് ഇതുവരെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല. കട്ട് ഓഫ് കൂടുമോ എന്നൊരു ആശങ്ക എല്ലാവരിലുമുണ്ട്. നമുക്കതിൻ്റെ കുറച്ച് സാധ്യതകൾ പരിശോധിക്കാം. അപ്പോൾ എക്സാം മാറ്റി, അതെന്തായാലും PSC ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുണ്ട്. നവംബർ മാസത്തിലേക്ക് അസിസ്റ്റൻറ്റ് ജയിലറിൻ്റെയും എക്സൈസ് ഇൻസ്പെക്ടറിൻ്റെയും പരീക്ഷ മാറ്റി. ഇനി റിസൾട്ട് ലാഗാവുന്നു. 10-ാം തീയതിയിലത്തെ കമ്മീഷൻ തീരുമാനപ്രകാരം റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പായിട്ടും റിസൾട്ട് 15-ാം തീയതിക്കകം തന്നെ വരുമെന്ന് വിചാരിച്ച് ഇരുന്നത്. PSC സെപ്റ്റംബർ 14-ന് പരീക്ഷ നടത്തുന്നതെങ്കിൽ ഓഗസ്റ്റ് 14-നകം റിസൾട്ട് വരണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം ഓഗസ്റ്റ് 14-ന് തന്നെ റിസൾട്ട് വരും, 100% റിസൾട്ട് വരും എന്ന് പറഞ്ഞത്. ഒരു മാസത്തിന് മുമ്പേ റിസൾട്ട് പ്രഖ്യാപിച്ചിരുന്നുമായിരുന്നെങ്കിൽ അവർക്ക് എക്സാം നടത്താമായിരുന്നു. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യത്തിൽ എന്തോ ഒരു ലാഗ് വരുന്നത് കൊണ്ടാണ് ഇത് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു, ഇങ്ങനെ പറയുന്നത് എന്തിനാണ്, റിസൾട്ട് വന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് റിസൾട്ട് വരും എന്ന് തന്നെയാണ്. 15-ാം തീയതിക്ക് ഉറപ്പായിട്ടും റിസൾട്ട് വരും, 14, 15 കൺഫേം ആണ് എന്ന് തന്നെ വിചാരിച്ച് ഇരുന്നതാണ്. പക്ഷേ എന്ത് ചെയ്തു? റിസൾട്ട് വന്നില്ല. അവർ അതിനു പകരം എക്സാം മാറ്റി. അപ്പം വാല്യുവേഷൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഫൈനൽ കാര്യങ്ങളിൽ നടക്കുമായിരിക്കും. കമ്മീഷൻ യോഗം തീരുമാനിച്ചിട്ട് പോലും ഈ ഒരാഴ്ചക്കകത്ത് റിസൾട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് എക്സാം എന്ത് ചെയ്തു? മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാവരെയും ഉദ്യോഗാർത്ഥികളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് ഈ ഒരു റിസൾട്ട് ഇങ്ങനെ ലാഗാക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാസം വരുമോ, അടുത്ത മാസം വരുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എല്ലാവരിലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒക്ടോബർ 14-ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസ് ആണ് ആദ്യം വരുന്ന പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സെപ്റ്റംബർ 14, ഒരു മാസത്തിന് മുന്നേ റിസൾട്ട് ഇടുക. ആ രീതിയിലാണ് PSC കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്യുന്നത്. ഒരു മാസത്തിന് മുമ്പേ എങ്കിലും കുറഞ്ഞത് ഇട്ടിരിക്കണം. അപ്പോൾ ഈ മാസം തന്നെ വരണം. വന്നെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ കുറേയധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്താനേ, മാറിയാനേ. ഇനി അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. കട്ട് ഓഫ് കൂടുമോ എന്നുള്ളൊരു കാര്യം ഒരുപാട് പേരിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേയധികം ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നൊരു പ്രശ്നമായിരുന്നു, കട്ട് ഓഫ് കൂടാനായിരിക്കും റിസൾട്ട് ഇത്രയും ലാഗാക്കുന്നത്. കട്ട് ഓഫ് കൂട്ടിയിട്ട് കുറച്ച് ആളുകളെ മാത്രം ലിസ്റ്റിലിട്ടിട്ട് ആ ലിസ്റ്റിലിടുന്ന ആൾക്കാർക്ക് ജോലി കൊടുക്കുക, ആ രീതിയിലേക്കായിരിക്കും PSC പോകുന്നത് എന്നാണ് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കേണ്ട. റിസൾട്ട് ലേറ്റ് ആകുന്നത് മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാകാം. ഒരിക്കലും കട്ട് ഓഫ് കൂടും എന്നൊരു ധാരണയൊന്നും വേണ്ട. നമ്മൾ പറഞ്ഞ ആ കട്ട് ഓഫ് റേഞ്ച് ഉള്ളവർക്ക് തന്നെ പഠിക്കുക. ഇനി കട്ട് ഓഫ് കൂടും, ഇനി റിസൾട്ട് വന്നില്ല, ഒരുപാട് പേര് മനസ്സ് മടുത്ത് കാണും. ഒരു റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു 50% ആൾക്കാരും ഇപ്പോൾ ഇത് മാറ്റി വെച്ചപ്പോൾ റിസൾട്ട് ഇനി അടുത്ത മാസമേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ് എന്തിനാണ് ഇനി പഠിക്കുന്നത്? കട്ട് ഓഫ് കൂട്ടാനായിരിക്കും PSC ഇങ്ങനെ ചെയ്തതെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിർത്തി പോവുകയാണെങ്കിൽ നമുക്ക് തന്നെ നഷ്ടം. റിസൾട്ട് വരുമ്പോൾ ലിസ്റ്റിലുണ്ടെങ്കിൽ പിന്നെ പഠിച്ചെടുക്കാനുള്ള സമയം ഒരിക്കലും കാണത്തില്ല. അപ്പോൾ റിസൾട്ട് ലേറ്റായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ സമയം എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇനി പഠിക്കാതെ ഇരിക്കുകയാണെങ്കിൽ. നമ്മൾ പറഞ്ഞൊരു കട്ട് ഓഫ് റേഞ്ച് കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പറയുകയാണെങ്കിൽ ഒരു 38-40 ആ ഒരു റേഞ്ചിൽ തന്നെ കട്ട് ഓഫ് വന്നിരിക്കും. അത് നോർമലൈസേഷനൊക്കെ ശേഷമുള്ള മാർക്കാണ് വരുന്നത്. അതുകൊണ്ട് 35-ന് മുകളിലോട്ട് കിട്ടിയവർ പഠിച്ചു തുടങ്ങുക. അതേപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് സിലബസ് തന്നെയാണ് VFക്ക് വരുന്നത്. ഒരു ചെറിയ വ്യത്യാസങ്ങൾ, 1-2% വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് മെയിൻസിൽ ഒരു ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സിലബസിൽ പഠിച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ LDC എഴുതുമെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടും ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് കട്ട് ഓഫ് കൂടുമോ എന്നുള്ള തെറ്റായ ധാരണകളൊന്നും വേണ്ട. കട്ട് ഓഫ് കൂട്ടിയ ആളെ കുറയ്ക്കാനൊന്നുമല്ല റിസൾട്ട് ലേറ്റാക്കുന്നത്. അങ്ങനെ ഒരു മിഥ്യാധാരണയുടെ ആവശ്യം ഈ സാഹചര്യത്തിലില്ല. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് നിങ്ങൾ സേഫാണ്. നിങ്ങളൊരു 35+, ഉറപ്പായിട്ടും 38+ ഒക്കെ ഉള്ളവരാണെങ്കിൽ കമ്പനി ബോർഡിൻ്റെ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കൊള്ളുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റൊക്കെ ആകുമ്പോൾ ഒരു 45+ കട്ട് ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും റിസൾട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് എന്ന് വരുമെന്ന് PSC എന്തായാലും യോഗം കൂടി തീരുമാനിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ മാസം അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം ആദ്യ വാരത്തേക്ക്, ഇനി സെപ്റ്റംബറിലേക്കൊന്നും പോവാതെ എത്രയും വേഗം റിസൾട്ട് ഇട്ടെങ്കിൽ, എക്സാം മാറ്റിയെങ്കിലും റിസൾട്ട് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ആശ്വാസമായാനേ. പക്ഷേ PSC ഇങ്ങനെ അവർക്ക് എന്തൊക്കെയോ റിസൾട്ട് തക്ക സമയത്ത് ഇടാനായിട്ട് പറ്റിയിട്ടില്ല.
എക്സാം മാറ്റി എന്താണ് സെപ്റ്റംബർ മാസം എന്തെങ്കിലും എക്സാം നടത്താനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ആയിരിക്കത്തില്ല എക്സാം മാറ്റിയത്. റിസൾട്ട് കറക്റ്റ് സമയത്ത് അവർക്ക് ഇടാനായിട്ടും കഴിഞ്ഞില്ല. അപ്പോൾ റിസൾട്ട് ഒരു മാസം മുന്നെങ്കിലും ഇട്ടെങ്കിൽ മാത്രമേ സെപ്റ്റംബർ 14 എക്സാം നടത്താൻ പറ്റൂ. അപ്പോൾ ഓഗസ്റ്റ് 14 റിസൾട്ട് ഇടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും ഫൈനൽ വാല്യുവേഷനോ നോർമലൈസേഷൻ പ്രൊസീജിയേഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമായിരിക്കും. എന്തായാലും ഉടനെ തന്നെ നമ്മൾ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ കട്ട് ഓഫ് മാർക്ക് ഉള്ളവർ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങിക്കോളാം. കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും VFAക്കും വേണ്ടിയിട്ടും നമ്മൾ 90 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ഫ്രീ ആയിട്ട് ടെലിഗ്രാം ചാനലിലൂടെ ഫ്രീ ക്ലാസ്സുകളടക്കം ചെയ്യുന്നുണ്ട്. റിവിഷനും പ്രോപ്പറായിട്ട് എല്ലാം നല്ല പോലെ പോകുന്നുണ്ട്. ഇനിയുള്ള സമയം പഠിക്കുക. നമ്മുടെ 90 ഡേയ്സ് സ്റ്റഡി പ്ലാനിനെ കുറിച്ചും കൂടെ നിങ്ങൾക്കൊന്ന് ധാരണ തരികയാണ്. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, എല്ലാവരും നല്ല റാങ്കിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെയാണ് ഫ്രീ ആയിട്ട് ഇത്രയധികം ക്ലാസ്സുകൾ. എല്ലാവർക്കും ഈ ഡിഗ്രി മെയിൻസിൻ്റെ ഒന്നും കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ കാണത്തില്ല. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സെൽഫ് സ്റ്റഡീസ് കോഡ് എന്ന് തന്നെയാണ് നമ്മുടെ ചാനലിൻ്റെ പേരും. 90 ദിവസത്തെ സമഗ്രമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഡെയിലി ഒരു SCERT ചാപ്റ്റർ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഏതെങ്കിലും ഒന്ന്, GKയിലെ 2 ടോപ്പിക്ക്, ഇങ്ങനെ ഒരു ദിവസം ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് 4 മണിക്കൂർ പഠിക്കാൻ കിട്ടുന്നത്, വീട്ടമ്മയായാലും ജോലിക്ക് പോയി പഠിക്കുന്നവരായാലും എങ്ങനെ പഠിക്കുന്നവരായാലും 4 മണിക്കൂർ ശരാശരി പഠിക്കാൻ കിട്ടുന്ന ഉദ്യോഗാർത്ഥിയെ മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡേ 1 തൊട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉയർന്ന റാങ്കിൽ എത്താനായിട്ട് കഴിയും. അപ്പം ടെലിഗ്രാം ചാനൽ വഴിയിട്ടാണ് ക്ലാസ്സുകൾ. പിന്നെ നമ്മുടെ കറണ്ട് അഫേഴ്സ്, പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ക്ലാസ്, അതുപോലെ ഇങ്ങനത്തെ അപ്ഡേറ്റുകളെല്ലാം യൂട്യൂബിലായിരിക്കും തരുന്നത്. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തേക്കാം, ജോയിൻ ചെയ്യുക. നല്ലപോലെ പഠിക്കുക. താങ്ക്